എനിക്കിന്ന് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അതിനു മുമ്പോടിയായിട്ട് ഒരു 2 വാക്ക് ഞാൻ ഇതിൽ കൂട്ടിച്ചേർക്കാൻ ഉദ്ദേശിക്കണം. എന്തെന്ന് വെച്ചാൽ നമ്മുടെ ഈ പ്രദേശത്ത് ഓണം കലാ സാംസ്കാരിക വേദി രൂപപ്പെടാനുള്ളൊരു കാരണം എന്തെന്ന് വെച്ചാൽ ഈ പ്രദേശങ്ങളിൽ ഇത്തരം കൈകൊട്ടികളി നടക്കുകയും അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ നാട്ടിലുള്ള കുട്ടികൾക്ക് ആ പരിപാടികൾക്ക് പങ്കെടുക്കാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ആ പരിപാടികൾ വേദിയിലേക്ക് ക്ഷണം സ്വീകരിച്ചിട്ടെത്തിയിട്ടുള്ള ഉദ്ഘാടനത്തിനായിട്ട് എത്തിയിട്ടുള്ള ബഹുമാനപ്പെട്ട പുറത്തൂർ വൈസ് പ്രസിഡന്റ് ശ്രീ പ്രഭാകരേട്ടൻ അവർക്ക്, അതുപോലെ തന്നെ സമ്മാനദാന ചടങ്ങിനായിട്ട് എത്തിയിട്ടുള്ള ശ്രീമതി ജ്യോതി അവർക്ക്, 12ാം വാർഡ് മെമ്പറാണ്. ആശംസകൾ അറിയിക്കാനായിട്ട് ശ്രീ ഉമ്മർ കെ അവർക്ക്, ശ്രീ കുമാർ MP അവർക്ക്, ശ്രീ പ്രതീഷ് MP അവർക്ക്, അതുപോലെ തന്നെ അധ്യക്ഷൻ ശ്രീ രാജേഷ് TV. ഞാൻ മൈക്ക് കൈമാറുകയാണ്. 2026 ഇങ്ങനൊരു പരിപാടി ഇവിടെ പ്ലാൻ ചെയ്തത് നമ്മുടെ നാട്ടിലെ നമ്മളെ സ്വാഗതം പറഞ്ഞ പോലെ ഒരു വേദി ഇല്ലാത്തതിൻ്റെ കുറേ പ്രശ്നങ്ങളാണ്. അപ്പോൾ അത്തരത്തിലൊരു വേദി നമുക്കെന്ത് ചെയ്തുകൂടാന്നുള്ള ഒരു ചിന്തയിൽ നിന്നാണ് ഈ 20ഓളം വരുന്ന ഒരു കൂട്ടായ്മയ്ക്ക് ഇങ്ങനൊരു പരിപാടി സംഘടിപ്പിക്കാനുള്ള ചിന്ത ഉണ്ടായത്. വരും വർഷങ്ങളിലും ഇതിലും നന്നായിട്ട് മറ്റ് സാംസ്കാരിക പ്രവർത്തനങ്ങളിൽ നമുക്ക് ചെയ്യാൻ സാധിക്കുമെന്ന് പ്രത്യാശിച്ചുകൊണ്ട് നമുക്ക് സാധിക്കുമെന്ന് അതിനുള്ളൊരു ശ്രമം ഞങ്ങൾ തുടർന്ന് ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ഘാടനം ചെയ്യുന്നതിനായി പ്രഭാകരനെ, നമ്മളെ വൈസ് പ്രസിഡന്റ് പ്രഭാകരനെ ക്ഷണിച്ചോളൂ. കലാകാരികൾ, ഈ പരിപാടി വീക്ഷിക്കാനെത്തിയ പ്രിയങ്കരായ നാട്ടുകാർ, പ്രിയപ്പെട്ട സഹോദരന്മാർ, വളരെ കാലങ്ങൾക്ക് മുന്നേ തന്നെ നമ്മുടെ ഗ്രാമാന്തരീക്ഷങ്ങളെ പുളകമണിയിച്ചിരുന്ന ഒരു കലാരൂപമാണ് കൈകൊട്ടിക്കളി. പിന്നീട് അന്യം നിന്ന് പോകുകയും ഇതിനെ ഒന്ന് പ്രോത്സാഹിപ്പിക്കാൻ നാട്ടിലെ കൂട്ടായ്മകൾക്ക് സമയമില്ലാത്ത ഒരു അന്തരീക്ഷത്തിലാണ് പല ഗ്രാമങ്ങളിലും കൈകൊട്ടിക്കളി ഇല്ലാതെ പോയത്. പിന്നീട് നമ്മൾക്ക് കൈകൊട്ടിക്കളി കാണാൻ കഴിയുന്നത് പൂരപ്പറമ്പുകളിലും അതുപോലെ ഇത്തരം ചെറിയ ചില ചടങ്ങുകളിലുമാണ്. നമ്മുടെ പുറത്തൂർ ഗ്രാമപഞ്ചായത്ത് അതുപോലെ തന്നെ 50 വർഷം മുന്നേ തന്നെ എൻ്റെ ഒരു ചെറുപ്പത്തിൽ ഈ രാജ്യത്ത് കോൽക്കളി അതിവിപുലമായ ഒക്കെ ഇപ്പോഴും ഈ വേദിയുടെ പരിസരത്തൊക്കെ ഇരിക്കുന്നുണ്ട്. നമ്മുടെ കറുത്തയിൽ ബാലേട്ടൻ നമ്മുടെ ഈ നാടൻ കലകളൊക്കെ തിരിച്ചു കൊണ്ടുവരാം. ഇതിനൊരു നാന്ദി കുറിച്ചത് നമ്മുടെ യശസ്വരനായ സിനിമാ നടൻ കലാഭവൻ മണി ഇന്ന് നിലനിൽക്കുന്നത്. നമുക്കറിയാം, നമ്മുടെ ചെറുപ്പക്കാർ വഴിതെറ്റിപ്പോകുന്ന ഈ സാഹചര്യത്തിൽ ഇത്തരം കൂട്ടായ്മകൾ നാട്ടിൽ രൂപപ്പെടുകയാണെങ്കിൽ നമ്മുടെ നാട്ടിലുള്ള ചെറുപ്പക്കാരെ മയക്കുമരുന്നിൽ നിന്നും മറ്റു ലഹരി വസ്തുക്കളിൽ നിന്നും മോചിതരാക്കി ഇത്തരം ചടങ്ങുകളിലേക്ക് അവരെ കൈപിടിച്ചു കൊണ്ടുവരുമ്പോൾ അവർ ഈ നാട്ടിലെ നല്ല പൗരന്മാരായും വളർന്നു വരുന്ന ആളുകൾക്ക് നല്ല ബോധ്യവും ഉണ്ടാകാനും അവർക്ക് കഴിയും. ആ ഒരു ഉദ്യമം ഈ കൂട്ടായ്മ നമ്മുടെ പുറത്തൂരിൽ സംജാതമാക്കിയതിന് ഞാൻ അവരെ അഭിനന്ദിക്കുകയാണ്. എന്തായാലും ഇവിടെ ആശംസ പ്രാസംഗികരൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ എൻ്റെ പ്രസംഗം നീട്ടിക്കൊണ്ടു പോകുന്നില്ല. നമ്മുടെ ഈ കലാപരിപാടി ഈ നാട്ടിന് തന്നെ ഒരു മാതൃകയാണ്. ആ മാതൃകയാക്കാൻ ഇവർക്ക് തുടർന്നും കഴിയട്ടെ. ഞങ്ങളുടെ ഗ്രാമപഞ്ചായത്തിൻ്റെ ഭരണസമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് അടുത്ത പരിപാടികൾക്ക് വേണ്ടുന്ന സഹായം ചെയ്യാൻ ഞാനും എൻ്റെ മെമ്പർ അടക്കമുള്ള ആളുകൾ ഭരണസമിതിയിൽ സമ്മർദ്ദം ചെലുത്തും എന്ന് ഉറപ്പ് നൽകിക്കൊണ്ട് ഈ പരിപാടി ഔപചാരികമായി തുടങ്ങി വെച്ചതായി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഈ വിഷ് നൈറ്റ് കൈകൊട്ടികളിയിലൂടെ എല്ലാവർക്കും ഒരു ആസ്വാദനം നൽകാൻ തീരുമാനിച്ചത് വളരെയധികം നന്നായി തോന്നുന്നു. കാരണം നമ്മൾ ഉത്സവ പറമ്പുകളിലും ഒക്കെ പോയിട്ട് കാണാൻ പറ്റാത്തവർ, നമ്മളുടെ പുറത്തൂർ തന്നെ ഒരുപാട് ഗ്രൂപ്പുകളുണ്ട് കൈകൊട്ടികളിയുടെ. എന്നാലും നമുക്ക് അവരുടെ കളി അത്രയധികം ആസ്വദിക്കാനോ കാണാനോ പറ്റാത്ത അവസരങ്ങളിലാണ് ഇപ്പോൾ ഇവിടെ ഈ വിഷുദിനത്തിൽ എല്ലാവർക്കും നമ്മളുടെ നാട്ടിലും പുറത്തുനിന്നുള്ളവർക്കും കൂടിയിട്ടുള്ള ഒരു മത്സരം ഇവിടെ ഒരുക്കിയിട്ടുള്ളത്.
എന്തായാലും ഈ പരിപാടി ഒരുപാട് ഓളങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് എന്തായാലും 3 വിന്നേഴ്സിനെ ഇവിടെ തിരഞ്ഞെടുക്കും. അതിന് എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. എല്ലാവർക്കും വിഷു ആശംസകൾ. നമ്മുടെ ഈ പ്രദേശത്ത് വിഷു ദിനത്തിൽ ഇത്തരത്തിലൊരു കലാ സാംസ്കാരിക പരിപാടിക്ക് തുടക്കം കുറിച്ച ഓളം കലാ സാംസ്കാരിക വേദിയുടെ പ്രവർത്തകരെ ആദ്യമായി അഭിനന്ദിക്കുകയാണ്. കാരണം നമുക്കറിയാം, എല്ലാവർക്കും കൂടിയിരുന്ന് ഒരു സന്തോഷം പങ്കിടാനുള്ള അവസരങ്ങൾ സൃഷ്ടിക്കൊരു ദൗത്യം കൂടിയാണ്. ഇത്തരത്തിലുള്ള ആളുകളുടെ കൂട്ടായ്മകൾ കുറഞ്ഞു വരുന്നൊരു കാലത്ത് അത് വർദ്ധിപ്പിക്കുക, എല്ലാ ജാതിമത ചിന്തകൾക്കും അതീതമായി ആളുകളുടെ വിപുലമായ കൂട്ടായ്മകൾക്ക് ബോധപൂർവം അവസരം ഒരുക്കി കൊടുക്കുന്നതാണ് ഇത്തരത്തിലുള്ള കലാപരിപാടികൾ സൃഷ്ടിക്കുന്നത്. ഓളം കലാ സാംസ്കാരിക വേദിയുടെ നേതൃത്വത്തിൽ അതിനുള്ള ശ്രമം എന്തായാലും എല്ലാവരും അതിനെ പിന്തുണയ്ക്കേണ്ടതും പ്രോത്സാഹിപ്പിക്കേണ്ടതുമാണ്. ബഹുമാനപ്പെട്ട ശ്രീ ടി പി പ്രഭാകരൻ, വാർഡ് മെമ്പർ ജ്യോതി അവർകളെ, എൻ്റെ സുഹൃത്ത് ടി ഉമ്മർ, രാജേഷ്, പ്രതീഷ് തുടങ്ങിയ എല്ലാവരോടും ആദ്യമായി ഞാൻ എൻ്റെ കൂപ്പുകൈ. ഈ സംഘാടന ചെയ്തത് ബുദ്ധിപരമായ 10-20 ചെറുപ്പക്കാരുടെ ഒരു കൂട്ടായ ശ്രമഫലമാണ്. ഈ പ്രദേശം വർഷങ്ങൾക്ക് മുമ്പ് കായിക സാംസ്കാരിക രംഗത്ത് വളരെയധികം പ്രശസ്തി ആർജിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തിരുന്ന ഒരു പ്രദേശമാണ്. ഒരു പ്രോഗ്രാമാണിത്. നമുക്കറിയാം, എല്ലാവരും വിഷുവിൻ്റെ തിരക്കിലാണ്. ഇന്ന് ഇവിടെ ഇരിക്കുന്ന ഒരുവിധം ആളുകൾ വിഷുവിൻ്റെ തിരക്കൊഴിഞ്ഞ് അവരുടെ സ്വന്തം വീടുകളിലേക്ക് തിരിച്ചു പോകുന്നതിന് വേണ്ടി ഇരിക്കുന്ന സമയത്താണ് ഇത്തരം നല്ലൊരു പ്രോഗ്രാം നമ്മുടെ പ്രദേശത്ത് നടക്കുന്നത്. അതുകൊണ്ട് അതെല്ലാം മാറ്റിവെച്ചുകൊണ്ട് വളരെയധികം ഇൻട്രസ്റ്റോടു കൂടി വന്നിരിക്കുകയാണ്. അപ്പം നമ്മളധികം കൂടുതൽ സംസാരിക്കാതെ, നമുക്കറിയാം, ഈ കൈകൊട്ടി കളി മത്സരം ഉദ്ഘാടനം ചെയ്യാനെത്തിയ ഈ പരിപാടിയിലേക്ക് എത്തിച്ചേർന്ന ഞങ്ങളുടെ വിശിഷ്ട വ്യക്തികൾക്ക് എൻ്റെ പേരിലും ഓളം കലാ സാംസ്കാരിക വേദിയുടെ പേരിലും ഞാൻ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. നന്ദി, നമസ്കാരം.